മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി നവ്യ, ഈ ഗതാഗത മന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം താങ്കൾ കേട്ട് കാണുമല്ലോ. അതായത് സ്ത്രീകളെല്ലാം ഇങ്ങനെ ഫ്രീ ആയി പോകുന്ന ബസ്സിലേക്ക് തള്ളിക്കയറാൻ വരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് അങ്ങേയറ്റം അതിർവരമ്പുകൾ എല്ലാം ലംഘിക്കുന്ന ഒരു പ്രതികരണം CP ജോണിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അതെ, സ്ത്രീകളെ മൊത്തമായി അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ. പ്രിയദർശിനി ബസ് ഒരുക്കി കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അത് ഇലക്ഷന് മുന്നോടിയായിട്ട് ഇപ്പോ നിലവിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന വാക്കായിരുന്നു. ആ വാക്ക് കൊടുത്തതിന് ശേഷം ഇത്തരം ബസ്സുകൾ ഇറക്കിയാൽ ആ ബസ്സിൽ സ്ത്രീകൾ കടന്നു കയറുന്നതിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് പ്രിയദർശിനി ബസ് സർക്കാർ ഇറക്കിയിട്ടുള്ളത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം, വളരെ പരിമിതമായിട്ടുള്ള എണ്ണത്തിലാണ് ഈ ബസ്സുകൾ, പ്രിയദർശിനി ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ തുടക്കത്തിൽ ഓടിയിരുന്നതിന്റെ പകുതി പോലും നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നില്ല എന്നുള്ളതും അറിയാം. അപ്പോ എവിടെ വേണമെങ്കിലും പോകാം, യാത്ര ചെയ്യാൻ വേണ്ടി, ക്ഷേത്രങ്ങളിൽ പോകാനും സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവിടുന്നതിന് വേണ്ടി, അങ്ങനെ പലതും എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവർ അധികാരത്തിൽ ഏറിയിട്ടുള്ളത്. എന്നാൽ അധികാരത്തിൽ ഏറിയതിനു ശേഷം, അവിടെ എല്ലാവരും ചേർന്ന് ഇരുത്തിയതിനു ശേഷം ആ പറഞ്ഞിരിക്കുന്ന ആളുകൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നവ്യ, ഇത് പ്രിയദർശിനി ബസിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തകളിൽ സ്ത്രീകൾ കിടക്കുന്നു എന്നും കൂടി മന്ത്രി പറഞ്ഞു വെക്കുകയാണ്. അതെ, എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സൗകര്യം കാക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ്. ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി സർക്കാർ മടി കാണിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം സന്ദർഭങ്ങളിലേക്ക് സ്ത്രീകൾ വലിച്ചിഴക്കപ്പെടുന്നത്. സർക്കാർ ആശുപത്രിയിൽ നോക്കുമ്പോൾ ഇപ്പൊ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും കയറി കിടക്കാനോ ഉറങ്ങാനോ ഉള്ള ഒരു സൗകര്യം ആശുപത്രികളിൽ ഇല്ല. സർക്കാർ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്ന സാഹചര്യത്തിൽ പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നു. എന്നാൽ അതും ആശ്രയിക്കുമ്പോൾ 5000, 6000 തുടങ്ങിയിട്ടുള്ള രൂപകൾക്ക് മുറികൾ അനുവദിച്ച് നൽകുമ്പോൾ പിന്നെ എവിടെയാണ് സ്ത്രീകൾ ഉറങ്ങേണ്ടത്? എവിടെയാണ് സ്ത്രീകൾ വിശ്രമിക്കേണ്ടത്? എവിടെയാണ് സ്ത്രീകൾക്ക് വിശ്രമ മന്ദിരങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? ഇതിനൊക്കെ ഉള്ള മറുപടി ഗതാഗത മന്ത്രി തന്നെ തരണം.